ഇന്ന് നമ്മളെല്ലാവരും വളരെയേറെ ഭയപ്പെടേണ്ടുന്ന ഒരു വിഷയം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ മനുഷ്യന് ഒരു രക്ഷയും ഇല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മൻ യർത്തദിദ് മിൻകും അൻ ദീനിഹി ഫയമുത്ത് വഹുവ കാഫിറുൻ ഫഉലായിക ഹബിത്തത് അഅ്മാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ വഉലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു തആല ഹിദായത്തും ഈമാനും ഒക്കെ നൽകി കുറേ കാലം മുസ്ലിമായി ജീവിച്ച ശേഷം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച് മുസ്ലിമായി കുറേ കാലം ജീവിച്ച ശേഷം പിന്നീട് ആരെങ്കിലും എക്സ് മുസ്ലിമായി പോയാൽ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, പിന്നീട് ആരെങ്കിലും എക്സ് മുസ്ലിമായി പോയാൽ, അഥവാ മൻ യർത്തദിദ് മിൻകും അൻ ദീനിഹി ഫയമുത്ത് വഹുവ കാഫിറുൻ, എക്സ് മുസ്ലിമായി പോയാൽ അള്ളാഹു പറയുന്നു അവൻ്റെ സർവ അമലുകളും പൊളിഞ്ഞുപോയി. അവൻ അത്രയും കാലം ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി. മാത്രമല്ല ഉലായിക അസ്ഹാബുൻ നാരി, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടവരാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇസ്ലാമിൽ നിന്ന് ഒറ്റയൊറ്റയായി ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകൽ മുമ്പേ ഉള്ളതാണ്. അത് പഴയ കാലത്തേ ഉണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന വലിയൊരാളായിരുന്ന ബൽഅമുൻ ബഊറ എന്ന് പറയുന്നയാൾ, അയാളടക്കം ഇസ്ലാമിൽ നിന്ന് തെറ്റി മുർത്തദ്ദായി കാഫിറായി പോയിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹപാഠിയായിരുന്ന ഇബ്നു സഖ ഇസ്ലാമിൽ നിന്ന് പിഴച്ച് കാഫിറായി പോയിട്ടുണ്ട്. അങ്ങനെ പലരും പഴയ കാലങ്ങളിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടൊരു യൂണിയനായിട്ട് രംഗത്ത് വരുന്നത് ഈ പുതിയ പ്രവണതയാണ്. അതായത് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെല്ലാം കൂടി കൂടിയിട്ട് ഒരു യൂണിയനായിട്ട് സംഘടിച്ചു വരിക എന്ന് പറയുന്ന ഒരവസ്ഥ, അതിപ്പോൾ കാണുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. അവർ വിചാരിക്കുന്നത് എക്സ് മുസ്ലിം ആയതുകൊണ്ട് അവരൊക്കെ വിജയിച്ചു പോയി എന്നാണ്. എക്സ് മുസ്ലിം ആയതുകൊണ്ട് വിജയിച്ചു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എക്സ് മുസ്ലിം ആവാനും അങ്ങനെയൊക്കെ വിചാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കിവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ നിഷേധിക്കുന്നില്ല, അവർക്കതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, അങ്ങനെയുള്ള എക്സ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കിവിടെയുണ്ട്. അതുകൊണ്ടാണ് എക്സ് മുസ്ലിമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു പറയുകയാണ്, ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാണ്, ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടവരാണ്. അപ്പൊ അവർ പറയുന്നത് നരകം ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നാണ്. ഞങ്ങളുടെ ശാസ്ത്രീയമായ ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തി നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെയും നരകത്തെ ഞങ്ങൾ കാണുന്നില്ല. അവർ നരകത്തെ മാത്രമല്ല, അവർ സ്വർഗത്തെയും കാണുന്നില്ല. അവർ സ്വർഗത്തെ മാത്രമല്ല, അവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെയും കാണുന്നില്ല. അവരൊന്നിനെയും കാണുന്നില്ല. കണ്ണില്ലാതായി പോയാൽ പിന്നെ എന്താണ് കാണുക? കണ്ണില്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ അന്ധന്മാരെന്ന് പറയും. എന്നാൽ കണ്ണുള്ള ചിലരെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ അന്ധന്മാരാണ് എന്ന്. കണ്ണവർക്കുണ്ട്, പക്ഷെ അവര് കണ്ണുകൊണ്ട് കാണില്ല. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയവരെ സംബന്ധിച്ചാണ്. അവർക്ക് കണ്ണുണ്ട്, കാതുണ്ട്, അവർക്ക് ചിന്താശേഷിയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവർ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയില്ല. അതുകൊണ്ട് കാണേണ്ടവർ കാണില്ല, കേൾക്കേണ്ടവർ കേൾക്കില്ല, ചിന്തിക്കേണ്ടവർ ചിന്തിക്കില്ല. അവരെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്നുകൂടി ഞാൻ പറയാം. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ,
അവര് മൃഗങ്ങളെപ്പോലെയാണ്. അല്ല, മൃഗങ്ങൾ അവരെക്കാൾ നല്ലവരാണ്. മൃഗങ്ങളെക്കാൾ അവർ മോശമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഭാഷ മാറ്റി പറഞ്ഞത്. മൃഗങ്ങൾ അവരെക്കാൾ നല്ലവരാണ്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുത്തി പോകുന്ന ആളുകൾ, അവർക്ക് ചിന്താശേഷി ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അവർ മൃഗങ്ങളാണ്. അല്ല, മൃഗങ്ങൾ അവരെക്കാൾ നല്ലവരാണ്. ഇപ്പൊ എക്സ് മുസ്ലിമിനെയാണ് നമ്മൾ യൂണിയനായി കാണുന്നത്. അല്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് എക്സ് മനുഷ്യരെയാണ്. അഥവാ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ടീം ഇറങ്ങും. അവർ പറയും, ഞങ്ങൾ മുമ്പൊക്കെ മനുഷ്യന്മാരായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ മനുഷ്യരല്ല. അഥവാ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരാണെന്ന് പോലും പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെപ്പോലെ ജീവിക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിയന്ത്രണത്തിന് വിധേയമായി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് സർവസ്വതന്ത്രരായി ജീവിക്കണം എന്നാണ്. സർവസ്വതന്ത്രം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, ആ മൃഗങ്ങൾക്കും ഒരു സർവസ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? മൃഗങ്ങൾക്കും ഒരു സർവസ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഈ നാട്ടിലില്ല. മൃഗങ്ങൾ ഒരു സർവസ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുമില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശു ഉണ്ടെങ്കിൽ ആ പശു വൈകുന്നേരം തൊഴുത്തിലേക്ക് വന്നു ചേരും. എവിടെയോ മേഞ്ഞ് നടന്നു പോയ പശുവാണെങ്കിലും ആ പശു വൈകുന്നേരം സ്വമേധയാ അത് തൊഴുത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല, നാം അതിന് കഴുത്തിൽ കയറിട്ട് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു തടസ്സവും നിൽക്കില്ല. കാരണം അതിനറിയാം, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതമാണ് നല്ലത്, എൻ്റെ സുരക്ഷിതത്വത്തിന് നല്ലത്. ഈ രാത്രിയിൽ ഈ തൊഴുത്തിൽ എനിക്കൊരു കയറൊക്കെ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന് എൻ്റെ യജമാനൻ ഈ തൊഴുത്തിൽ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ജീവിക്കുന്ന ഈ ജീവിതമാണ് എനിക്ക് സുരക്ഷിതത്വമുള്ള ജീവിതമെന്ന് ഏത് നാക്കാലിക്കും അറിയാം. അതുകൊണ്ടാണ് കഴുത്തിൽ കയറിടാൻ നേരത്ത് ആ നാക്കാലി ഒരു വിസമ്മതം പ്രകടിപ്പിക്കാത്തത്. അതേ സമയത്ത് ആ നാക്കാലിയേക്കാളും അപ്പുറമുള്ളൊരു സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ലിബറലിസം എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ പുതിയ പ്രസ്ഥാനമൊന്നുമല്ല, പഴയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ആരംഭം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷേ നല്ല കാര്യത്തിന് വേണ്ടി ആരംഭിച്ച പലതും പിന്നെ വടക്കാകാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പോഴുള്ള പുതിയ ലിബറലിസം എന്ന് പറയുന്നത്. അതിന് നവർ ലിബറലിസം എന്നും ഒരു പുതിയ പേരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് മനുഷ്യനായി ജീവിക്കണമെന്നില്ല എന്നാണ്. സർവസ്വതന്ത്രരായി ജീവിക്കണം. അവരാണ് സർവസ്വതന്ത്ര ലൈംഗികതയുടെ ആളുകൾ. എന്ന് പറഞ്ഞാൽ അവർക്ക് മൃഗങ്ങളെക്കാളും സ്വാതന്ത്ര്യം കിട്ടണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിലൊക്കെ ചിന്തിക്കുകയും ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സംഘടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവർ ഒരു ബാനറൊക്കെ അടിച്ച് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവർ വരും ഞങ്ങൾ എക്സ് മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാലം അതിവിദൂരമാണെന്ന് തോന്നുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. ഞാൻ ഈ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ നേരത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇന്ന് ലോകത്ത് നാം എന്തൊക്കെ കാണുന്നുണ്ടോ, എന്തൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ടോ, അതെല്ലാം നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തീർത്ത് പറഞ്ഞു വെച്ച് പ്രവചിച്ചു വെച്ച വിഷയങ്ങളാണ് ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാവിലത്തെ മൂമിൻ വൈകുന്നേരം കാഫിറായി എക്സ് മുസ്ലിമായി പോകുമ്പോൾ നമുക്ക് തോന്നും, അതെന്താ ഇസ്ലാം എന്ന ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണോ, ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണോ എന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഒരിക്കലും കൊഴിഞ്ഞു പോയി തീരുകയില്ല. ഇസ്ലാമിലേക്ക് വരാൻ അല്ലാഹു തആല നിശ്ചയിച്ച എല്ലാ ആളുകളും ഓരോ കാലത്തും വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യുരീദൂന അൻ യുത്ഫിഹു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ.
അവിശ്വാസികളായിട്ടുള്ളവരും നിരീശ്വരവാദികളായിട്ടുള്ളവരുമായ ഏത് ആളുകളും അവർ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പ്രവർത്തിച്ചാലും ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചാലും ഒരിക്കലും ഇസ്ലാം ഇവിടെ ഇല്ലാതെയായി പോവുകയില്ല. ഇസ്ലാം അതിൻ്റെ പൂർത്തീകരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അഥവാ ഒരു ഭാഗത്ത് ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകന്ന് എക്സ് മുസ്ലിമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഒരു ഭാഗത്ത് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഞങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിബുദ്ധിജീവികളായ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ലോകത്ത് കാണുന്ന വസ്തുത. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ കുറച്ച് ആളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോയത് കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു ക്ഷീണം ഇസ്ലാമിനുണ്ടാവുകയില്ല. കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ വേറെ ഒരു ഭാഗത്ത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ എക്സ് മുസ്ലിമാണ് അല്ലെങ്കിൽ എക്സ് മാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കാൻ വരുന്ന ആളുകൾ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അവർ കണ്ണുകൊണ്ടോ ശാസ്ത്രീയമായ പഠനങ്ങൾ കൊണ്ടോ നോക്കിയിട്ടും കണ്ടിട്ടും ഒന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വർഗവും നരകവും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹ്ശറും ഒന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ കാണുന്നതിനെ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. കണ്ടത് ശാസ്ത്രീയമായി ഉറച്ചത് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും ഇവിടെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നത്, മലായിക്കത്തുകളെ വിശ്വസിക്കുന്നത്, അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബുകൾ, ഖുർആൻ അടക്കമുള്ള കിതാബുകളെ വിശ്വസിക്കുന്നത് എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിൻ്റെ പേരിലല്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിൻ്റെ പേരിൽ വിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു മതമാണെങ്കിൽ മാത്രമല്ലേ ശാസ്ത്രീയമല്ലാത്തത് കൊണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയേണ്ടതുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, അത് വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യുക്തിക്ക് ചേർന്നതാണോ എന്ന് നോക്കിയിട്ടല്ല. യുക്തിക്ക് ചേർന്നതാണോ അല്ല, യുക്തിക്ക് ചേർന്നതല്ലേ, ശാസ്ത്രം കണ്ടെത്തിയതാണോ കണ്ടെത്താത്തതാണോ എന്ന് നോക്കിയിട്ടല്ല. ഇസ്ലാം ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ ആധികാരികമായിട്ട് ഉറപ്പെടുത്തുകയാണ്. ശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമോ ഒരു മതമോ ആണെങ്കിൽ മാത്രമല്ലേ ഇസ്ലാമിൽ നിന്ന് ശാസ്ത്രം അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അകന്നു പോകേണ്ടതുള്ളൂ. ശാസ്ത്രം എത്രയാണ് കാണുക? ശാസ്ത്രം എവിടെയാണ് എത്തുക? ശാസ്ത്രം കൊണ്ട് എവിടെയാണ് എത്തിച്ചേരുക? ഞാൻ ഇവിടെയുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും ഒറ്റയടിക്ക് വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി തന്നെയാണ്, ആർക്കും സ്വീകരിക്കാം. അതായത് ഈ പ്രപഞ്ചത്തിലെ അവസാനത്തെ ഗാലക്സി, ഈ പ്രപഞ്ചത്തിലെ അവസാനത്തെ ഗാലക്സി, ആ ഗാലക്സിയിൽ എത്ര നക്ഷത്രമുണ്ടെന്നും ആ നക്ഷത്രങ്ങളുടെ ഒക്കെ വലിപ്പം എത്രയാണെന്നും ആ നക്ഷത്രങ്ങളുടെ ഒക്കെ പേരെന്താണെന്നും ആ ഗാലക്സിയും കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്താണുള്ളതെന്നും ആർക്കാണ് പറയാൻ സാധിക്കുക? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരൂ, മുന്നോട്ട് വരൂ. എന്നാൽ ഞാനിതാ പറയുന്നു, ഈ മഹാപ്രപഞ്ചത്തിലെ മുഴുവൻ ഗാലക്സികൾക്കും അപ്പുറം എന്തുണ്ട്? കണ്ടെത്താൻ കഴിയാത്ത, ഒരു മനുഷ്യനും എത്തിച്ചേരാൻ കഴിയാത്ത അത്യത്ഭുതകരമായ വലിയ വലിയ സംഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ അവസാനത്തെ ഗാലക്സിക്കപ്പുറമുണ്ട്. അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ അർശ് ഉണ്ട്, അള്ളാഹുവിൻ്റെ കുർസി ഉണ്ട്, അള്ളാഹുവിൻ്റെ ലൗഹ കലമുകളുണ്ട്, അതുപോലെ തന്നെ 7 ആകാശങ്ങളുണ്ട്. എവിടെയാ 7 ആകാശം? ശാസ്ത്രം ഒരാകാശം പോലും കണ്ടിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഒരു ആകാശം പോലും തെളിയിച്ചിട്ടില്ല. ഒരാകാശം പോലും ഉണ്ടെന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രപഞ്ചത്തിലെ അവസാന ഗാലക്സിക്കപ്പുറം 7 ആകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങളാണോ നിങ്ങളാണോ ബുദ്ധിയുള്ളവർ? അഥവാ ഈ പ്രപഞ്ചത്തിനപ്പുറം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന നിങ്ങളാണോ ബുദ്ധിജീവികൾ? അതിനപ്പുറവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളാണോ ബുദ്ധിജീവികൾ? പറയുകയുള്ളൂ, നിങ്ങൾ കാണാത്തതെല്ലാം ഇവിടെ ഇല്ലാത്തതാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കാണാത്തതെല്ലാം ഇവിടെ ഇല്ലാത്തതാണെന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ ശാസ്ത്രം പറയുന്നതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. وجب شكر
പറഞ്ഞുകൊണ്ട് ഉസ്താദത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എക്സ് മുസ്ലിമായി മാറുന്നവരുണ്ട്. മനുഷ്യനല്ല, ഞങ്ങൾ ഇനി മൃഗമായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പാശ്ചാത്യൻ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഞാനത് വെറുതെ പറയുകയല്ല, പത്ര റിപ്പോർട്ടുകളിലും മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ വന്നതായിരുന്നു. ഒരു മനുഷ്യനൊരു ആഗ്രഹം. എന്താ ആഗ്രഹം? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കൊരു നായയായി ജീവിച്ചാൽ തിരക്കടില്ല. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ മക്കളെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഒരു ചങ്ങലയൊക്കെ കൊണ്ടുവരിച്ച് കഴുത്തിലൊരു ബടമൊക്കെ കെട്ടിയിട്ട് ആ വടത്തിൽ ചങ്ങലയൊക്കെ കുടുക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു നായത്തോല് പോലത്തെ വസ്ത്രം കൊണ്ട് വസ്ത്രമടിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു നായയുടെ രൂപം പ്രാപിച്ച് ചങ്ങലയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആ ചങ്ങലയിൽ ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അയാൾ പറഞ്ഞു, എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നായക്കൂട്ടിൽ കെട്ടണം. നായക്കൂട്ടിൽ കെട്ടി എനിക്ക് നിങ്ങൾ ഭക്ഷണം നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ കൊണ്ടുവന്ന് തരണം. അങ്ങനെ അദ്ദേഹം നായക്ക് കൊടുക്കുന്ന ഭക്ഷണ പാത്രത്തിൽ നിന്ന് നായ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഈ രൂപത്തിൽ കുറെ ആളുകൾ വരും. അങ്ങനെയൊക്കെ ആളുകൾ ഇവിടെ വരാനിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഹസ്ഫ് മസ്ഖ് അല്ലേ, എന്തൊക്കെ ഈ ദുനിയാവ് വരാൻ പോകുന്നുണ്ട്. കോലം മറിക്കൽ വരാൻ പോകുന്നുണ്ട്, ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെടൽ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ ഓരോരോ പുലർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടത് 1400 കൊല്ലം മുമ്പ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സദഖത്ത യാ റസൂലല്ലാഹ്, സദഖത്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, വീണ്ടും വീണ്ടും അംഗീകരിക്കുന്നു. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ പതിവാക്കുക. എങ്കിൽ അള്ളാഹു ആ മനുഷ്യന് സ്വർഗം നൽകാമെന്ന് അള്ളാഹു ഏറ്റിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. റളീനാ ബില്ലാഹി റബ്ബ, പടച്ച റബ്ബിനെ റബ്ബായി ഞങ്ങൾ അംഗീകരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ജീവിതചര്യയായി ജീവിത മാർഗമായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ ദൂതരായി നബിയായി ഞങ്ങൾ അംഗീകരിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിൽ നിന്നാണ് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലേണ്ടത്, സ്വലാത്തുകൾ വരേണ്ടത്, സലാമുകൾ വരേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ഒക്കെ അടിസ്ഥാനം അവിടത്തോടുള്ള ഈമാനാണ്. വല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈമാനും റസൂലുള്ളാഹി തങ്ങളോടുള്ള ആദരവും റസൂലുള്ളാഹി തങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധതയും അതാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അണു അളവ് വ്യതിചലിക്കാതെ നാം സൂക്ഷിച്ച് മുന്നേറിയില്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോകാൻ എല്ലാ സാഹചര്യവും ഉള്ള ഒരു കാലമാണ്. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹി കാഫിറ. രാവിലത്തെ മുഅ്മിൻ വൈകുന്നേരം കാഫിറാകുന്ന. കാഫിർ എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിലേക്ക് പോകാമെന്നൊന്നും അതിനർത്ഥം വെക്കണ്ട. മതമില്ലാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായ നിരീശ്വരവാദത്തിലേക്ക് തന്നെ രാവിലത്തെ വിശ്വാസി വൈകുന്നേരം പോകുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പരാജയമായി കാണണ്ട. സമൂഹം അത്രയും ദുഷിച്ചു പോകുമ്പോൾ, ജനങ്ങൾ അത്രയും ദുഷിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ലോകത്ത് കൊലപാതകം വർദ്ധിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മദ്യപാനം വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തത നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതും റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിൽ അടിയുറച്ചു നിന്ന് ഏത് സന്ദർഭത്തിലും അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അത്തഹിയാത്തിന്റെ അവസാന ഭാഗത്തൊക്കെ അത്തരം പ്രാർത്ഥനകൾ നന്നായി ചൊല്ലിക്കൊണ്ട് ഈമാനിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കണം. അതിന് നമ്മുടെ ഇക്കരെയുള്ള മജ്‌ലിസുകൾ, ഇവിടുത്തെ ഉപദേശങ്ങൾ, വഅദുകൾ, നമ്മുടെ ദുആകൾ എല്ലാം അള്ളാഹു അതിന് സബബായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ സമ്മേളനത്തിന് എല്ലാ നിലക്കുള്ള ആശംസകളും അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.